എല്ലാ കാലത്തും ഷാഫി പറമ്പിൽ എന്ന കോൺഗ്രസ് നേതാവിന് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വലിയ പിന്തുണയുള്ളതായി പലരും വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെ ആ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ആ വാസ്തവമാണോ ഇടക്കാലത്ത് അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു വലിയ സ്വീകാര്യത ഉണ്ടല്ലോ, അത് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം ദാനമായി കൊടുക്കുന്നതാണോ? പൊളിറ്റിക്കൽ ഇസ്ലാം ദാനമായി കൊടുക്കുന്നതല്ല, പൊളിറ്റിക്കൽ ഇസ്ലാം കണ്ടെത്തിയിരിക്കുന്ന ഒരു പടക്കുതിരയാണ് ഷാഫി പറമ്പിൽ. മികച്ച പ്രൊഡക്റ്റ്. അതെ, അതായത് മലബാറിൽ പൊളിറ്റിക്കൽ ഇസ്ലാം, ഇപ്പോൾ മുസ്ലിം ലീഗ് അവിടെ ഉണ്ട്. മുസ്ലിം ലീഗിന് മലപ്പുറം ജില്ലയിൽ ഒരു അപ്രമാദിത്വമുണ്ട്, അതും സത്യമാണ്. പക്ഷേ അതിന് പുറത്തേക്ക് മുസ്ലിം ലീഗിന് അതുപോലെ പടർന്ന് പന്തലിക്കാൻ, വളരാൻ സാധിച്ചിട്ടില്ല. അതിപ്പോൾ കോഴിക്കോടാണെങ്കിലും കണ്ണൂരാണെങ്കിലും കാസർഗോഡാണെങ്കിലും ഒക്കെ വലിയ വെല്ലുവിളികളുണ്ട് അവർക്ക്. പാലക്കാട് ഈ പറഞ്ഞതുപോലെ ചില മണ്ഡലങ്ങളിലൊക്കെ അവരും കൂടി വിചാരിച്ചാൽ ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാം എന്നേ ഉള്ളൂ. പക്ഷേ ഈ മലപ്പുറത്തെ ആ ഒരു അപ്രമാദിത്വം, ആ ഒരു എന്താ പറയുക, ഈ തൂത്തുവാരുക എന്ന് പറയുമല്ലോ, ആ ഒരു സംഗതി മറ്റൊരു സ്ഥലത്തും അവർക്ക് സാധിച്ചിട്ടില്ല. അതൊരു സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാം കണ്ടെത്തിയ ഒരു മുസ്ലിം ലീഗ് ഇതര നേതാവാണ് ഷാഫി പറമ്പിൽ. പാലക്കാട് ഉൾപ്പെടെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വലിയ സഹായം നാം കണ്ടതാണല്ലോ. തീർച്ചയായിട്ടും അത് രാഹുൽ മാങ്കൂട്ടം ജയിച്ചു കഴിഞ്ഞപ്പോൾ കണ്ടതല്ലേ. SDPI വെൽഫെയർ പാർട്ടിയും ഒക്കെ തുടർച്ചയായിരുന്നു രാഹുൽ. അതെ 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 അതെ, ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അതെ, ഷാഫി പറമ്പിലിന്റെ തുടർച്ചയാണ് രാഹുൽ. വളരെ കൃത്യം. പാലക്കാട് മത്സരിച്ചത്, ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ഷാഫി പറമ്പിലാണ്. വാസ്തവത്തിൽ ഷാഫി പറമ്പിലും അല്ല, പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. അതാണ് സത്യം. അവർ കാലാകാലങ്ങളിലായി അവർക്ക് യോജിച്ച ഒരാളെ കണ്ടെത്തുന്നു. ഇപ്പോൾ പാലക്കാട് ഒരു നല്ല പരീക്ഷണമാണ് അവർ നടത്തിയത്, അത് വിജയിച്ചു. അതുപോലെ സമാനമായി മറ്റു പല മണ്ഡലങ്ങളിലും അവരത് നടത്തുന്നുണ്ട്. ഉദാഹരണത്തിന് പൊളിറ്റിക്കൽ ഇസ്ലാമിന് ഒരാളെ ജയിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരാളെ തോൽപ്പിക്കാൻ പറ്റും. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നേമത്ത് നമ്മൾ കണ്ടത്, കുമ്മനം രാജശേഖരനെ. മഞ്ചേശ്വരത്ത് നമ്മൾ കണ്ടത്, കാസർഗോഡ് നമ്മൾ കണ്ടത്. അങ്ങനെ പല മണ്ഡലങ്ങളിലും ഈ BJP 2ാം സ്ഥാനത്ത് വരുന്ന പല മണ്ഡലങ്ങളിലും ഈ സ്ഥാനാർത്ഥി 2019 കണ്ടിട്ടുണ്ട്. ആലപ്പുഴയിൽ CPM-ന്റെ ആ സീറ്റ് വിജയിക്കുന്നതിന് കാരണം എന്താണ് അല്ലേ? അട്ടമിടാത്ത ഷാനിമോൾ ഉസ്മാനെ പരാജയപ്പെടുത്തുക. അത്രയുള്ള അതിന്റെ ആവശ്യം. അല്ലെങ്കിൽ ആ 20 സീറ്റ് അവർ നേടി. അട്ടമിടാത്ത ഷാനിമോൾ ഉസ്മാൻ എന്നല്ല, ഒരു മുസ്ലിം പുരുഷനും ഒരു മുസ്ലിം സ്ത്രീയും തമ്മിൽ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമുട്ടുമ്പോൾ മുസ്ലിം പുരുഷന് കിട്ടുന്ന മേൽക്കോയ്മയാണ്. ഒരു പുരുഷ കേന്ദ്രീകൃത മത സമൂഹത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അവിടെ സംഭവിച്ചത്. വളരെ കൃത്യമാണത്. അപ്പോൾ അവിടെ ഷാനിമോൾ ഉസ്മാൻ, അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, കേരളം മുഴുവനും കടുത്ത ഇടതുപക്ഷ വിരുദ്ധ തരംഗം ആഞ്ഞടിക്കുമ്പോൾ എങ്ങനെയാണ് ഈ ആലപ്പുഴയിൽ മാത്രം ആരിഫ് വിജയിക്കുന്നത് ഇടതുപക്ഷത്തു നിന്ന്? അവിടെ എന്തുകൊണ്ട് ഈ പറഞ്ഞതുപോലെ 2024 പരാജയപ്പെട്ടു? അതാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ മിടുക്ക്. അവർക്ക് ആവശ്യമുള്ള ആളിനെ അവർ ഒരു മണ്ഡലത്തിൽ നിന്ന് വിജയിപ്പിക്കും. അത് ഇടതനായാലും കൊള്ളാം, വലതനായാലും കൊള്ളാം. അവർക്ക് ആവശ്യമെന്ന് കണ്ടാൽ അവർ ആ മണ്ഡലത്തിൽ നിന്ന് അവർ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ അവർ വിജയിപ്പിക്കും. അതാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കരുത്ത്. അത് ഷാഫി പറമ്പിൽ വാസ്തവത്തിൽ കോൺഗ്രസിൻ്റെ ഒരു എന്താ പറയുക, യുവ നേതാക്കളിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. പാലക്കാടെന്ന് KSUവിൽ പ്രവർത്തിക്കുന്ന കാലത്ത് തന്നെ പാലക്കാടെന്ന് മത്സരിച്ച് ജയിച്ചയാളാണ്. അന്നും ഈ പറഞ്ഞതുപോലെ പാലക്കാട് മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അത് വലിയ രീതിയിൽ ഒരു ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലമാണ്. ക്രിസ്ത്യൻ വോട്ട് വളരെ കുറവാണ്. പിന്നെ ഉള്ളത് മുസ്ലിം വോട്ടാണ്. ഒരു ഇപ്പോഴത്തെ നിലയ്ക്ക് ഇന്നിപ്പോൾ നമ്മൾ കണക്കൂട്ടുമ്പോൾ ഒരു 50,000 വോട്ടെങ്കിലും അവിടെ മുസ്ലിം വോട്ട് ഉണ്ട് എന്ന് നമുക്ക് ഒരു അപ്രോക്സിമേറ്റ്ലി പറയാൻ സാധിക്കും. പക്ഷേ ഈ ഷാഫി പറമ്പിലൊക്കെ ആദ്യം ജയിച്ചത് അങ്ങനെയല്ല. വളരെ കൃത്യമായിട്ട് കോൺഗ്രസിൻ്റെ വോട്ട് കൊണ്ട് തന്നെയാണ് ജയിച്ചത്. കോൺഗ്രസ് ഈ പറയുന്നത് പോലെ അന്ന് കേരളം മുഴുവനും കടുത്ത ഒരു
VS തരംഗമാഞ്ഞടിക്കുന്ന കാലമാണ്. പക്ഷേ അപൂർവ മണ്ഡലങ്ങളിൽ 40 മണ്ഡലത്തിൽ കോൺഗ്രസ് ജയിച്ചു. 40 സീറ്റേ കോൺഗ്രസ്സിന് കിട്ടിയുള്ളൂ. 40 സീറ്റുമായിട്ട് പ്രതിപക്ഷത്തിരിക്കുകയായിരുന്നു കോൺഗ്രസ്. ഉമ്മൻചാണ്ടിയാണ് പ്രതിപക്ഷ നേതാവ്. അന്ന് ആ കരുത്തുറ്റ ഒരു ചെറുപ്പക്കാരുടെ നിര കോൺഗ്രസ്സിൽ അന്ന് ഇല്ലായിരുന്നു. ഉള്ളവരാകട്ടെ മിടുക്കന്മാരുമായിരുന്നു. അതിലൊരാളാണ് ഷാഫി പറമ്പിൽ. അങ്ങനെ ഷാഫി പറമ്പിൽ അവിടെ ജയിക്കുന്ന ഈ പാലക്കാടിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഞാൻ അതാണ് പറയാൻ വന്നത്. പാലക്കാട് നിയമസഭാ മണ്ഡലം അത് ഒരു കോൺഗ്രസ് അനുകൂല മണ്ഡലമാണ് പൊതുവെ. അതിന് കാരണം അവിടെ നമുക്കറിയാം, ഈ കൽപ്പാത്തി രഥോത്സവമൊക്കെ നടക്കുന്ന കൽപ്പാത്തി തെരുവുകൾ, ഈ മൂത്താൻ സമുദായത്തിന് വലിയ പ്രാധാന്യം, അതുപോലെ തന്നെ സവർണ വോട്ടുകൾ, ഹിന്ദു സവർണ വോട്ടുകൾ എന്ന് പറയുന്ന വോട്ടുകൾ ധാരാളമുള്ള സ്ഥലം ഒക്കെയാണ്. അവർക്ക് കമ്മ്യൂണിസത്തോട് കൃത്യമായ അകലം പാലിക്കുന്ന അല്ലെങ്കിൽ വിരോധം വെച്ചു പുലർത്തുന്ന ഒരു സമൂഹം അവിടെ ഉണ്ട്. അതിന് കാരണം ഭൂപരിഷ്കരണമൊക്കെയാണ്. ഈ ഭൂപരിഷ്കരണം നിമിത്തം പാപ്പരായിപ്പോയ, ഭൂമി നഷ്ടപ്പെട്ട ധാരാളം ആൾക്കാർ ആ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലുണ്ട്. അതൊരു കാലത്ത് അവർ വളരെ ശക്തരായിരുന്നു. ഇപ്പോൾ ആ വിഭാഗം കാലങ്ങളായിട്ട് തുടർന്ന് വരുന്ന ഒരു നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ കോൺഗ്രസ് ജയിക്കുന്നത്. അവിടെ ഒരു പക്ഷേ BJP ജയിക്കാതെ പോകുന്നതും ഈ പറഞ്ഞതുപോലെ BJPക്ക് ജയിക്കാൻ സാധിക്കില്ല, എന്തായാലും ഇവിടെ ഇടതുപക്ഷം ജയിക്കരുത് എന്നൊരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അങ്ങനൊരു നിശ്ചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ BJP ജയിക്കില്ല, BJPക്ക് ജയിക്കാനുള്ള കരുത്തില്ല എന്നതും കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴാണ് അവിടെ ഈ കോൺഗ്രസിൻ്റെ വിജയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വളരെ കാലങ്ങളായിട്ടുള്ളതാണ്. അതിൻ്റെ കൂടെയാണ് ഈ ആധുനിക കാലത്ത് കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം അവിടെ കടന്നു കയറിയിരിക്കുന്നു. അതായത് കേരളത്തിൻ്റെ മൊത്തം ഡെമോഗ്രഫി മാറിയിരിക്കുന്നു. അത് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും കൃത്യമായിട്ടും നിശ്ചിത ശതമാനം മുസ്ലിം വോട്ടുകൾ ഇന്നുണ്ടായിരിക്കുന്നു. അതാണ് ഈ പറയുന്നത് പോലെ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിക അജണ്ടയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു മണ്ഡലത്തിൽ ആര് ജയിക്കണം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജയിപ്പിക്കാൻ മാത്രമല്ല, തോൽപ്പിക്കാനും പറ്റും. അതാണ് നേമത്ത് നമ്മൾ കണ്ടത്, മഞ്ചേശ്വരത്ത് കാണുന്നത്, കാസർഗോഡ് കാണുന്നത്. ഈ മഞ്ചേശ്വരവും കാസർഗോഡും ഒക്കെ ഞാൻ ആദ്യം പറയാതിരുന്നത്, അത് മുസ്ലിം ലീഗ് മത്സരിക്കുന്ന മണ്ഡലമാണ്. അവിടെ കൃത്യമായിട്ടും മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുണ്ട്. ഈ പറഞ്ഞതുപോലെ മുസ്ലിം വോട്ട് എൻ ബ്ലോക്കായിട്ട് ഒറ്റക്കെട്ടായിട്ട് ഒരു സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. നമ്മളത് കണ്ടത് 2006 മാത്രമാണ് അതിനൊരു അപവാദം കണ്ടത്. അന്ന് മുസ്ലിം ലീഗിൻ്റെ ചെർക്കള അബ്ദുള്ള 3ാം സ്ഥാനത്തേക്ക് പോയി. അന്ന് CPM നിർത്തിയ ഒരു സ്ഥാനാർത്ഥി ജയിച്ചു. 2ാം സ്ഥാനത്ത് BJP വന്നു. 3ാം സ്ഥാനത്തേക്ക് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി പോയി. പക്ഷേ 2006 ശേഷം ഒരു കാലത്തും അങ്ങനെ സംഭവിച്ചിട്ടില്ല. 2011-ലും 2016-ലും 2021-ലും ഒക്കെ വളരെ കൃത്യമായിട്ട് ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ ഈ മഞ്ചേശ്വരവും കാസർഗോഡ് 2 മണ്ഡലത്തിലും ജയിച്ചു വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വിജയമാണ്. അവിടെ ഈ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗാണ് അവിടെ അവർക്ക് സ്വീകാര്യത. അതുകൊണ്ട് ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുന്നു. നാളെ കോൺഗ്രസ്സിന് അതിനേക്കാൾ മിടുക്കരായ സ്ഥാനാർത്ഥികൾ ആരെങ്കിലും വന്ന് അവിടെ മത്സരിച്ചാൽ, അല്ലെങ്കിൽ LDFിൽ നിന്ന് മത്സരിച്ചാൽ, അവർ ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കും. ഇതാണ് കേരള രാഷ്ട്രീയം ഇപ്പോൾ പോകുന്ന പോക്ക്. ഇങ്ങനെയാണ്. ഇത് ഈ പറഞ്ഞ പോലെ പാലക്കാട് അത് വളരെ കൃത്യമായിട്ട് സംഭവിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി രാജിവെച്ച് പുതിയൊരാൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം എന്തായാലും അവിടെ മത്സരിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ അവിടെ ഷാഫിയുടെ നോമിനിയോ ആണ് അവിടെ മത്സരിക്കുന്നതെങ്കിൽ വളരെ കൃത്യമായിട്ട് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം അവിടെ ഇടപെടും. എന്ന് മാത്രമല്ല, സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും അവർ ഇടപെടും. അവർക്ക് സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയെ മാത്രമേ അവർ അവിടെ മത്സരിക്കാൻ അനുവദിക്കുകയുള്ളൂ. അവിടെ കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് നിർത്തിയാൽ ചിലപ്പോൾ പരാജയപ്പെടും. അതിന് പൊളിറ്റിക്കൽ ഇസ്ലാം സമ്മതിക്കില്ല. അവർ വളരെ കൃത്യമായിട്ട് അവർക്ക് സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തും, മത്സരിപ്പിക്കും, വിജയിപ്പിക്കും. അതാണ് അവരുടെ അജണ്ട. കേരളം ഏതാണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വായിൽ പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. കേരളത്തിൽ ഇന്ന് ആര് ജയിക്കണം, ആര് തോക്കണം എന്ന് തീരുമാനിക്കാൻ തക്കവണ്ണമുള്ള ഒരു ഡെമോഗ്രഫിയിലേക്ക് അത് വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.